Hello students, welcome to online classes, Harvest. നമുക്കിന്ന് സെറ്റ് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്റർ സെറ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ഗണം എന്നാണ്. ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം സാധനങ്ങളെ പറയുന്നവരാണ് സെറ്റ്. ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ ട്രീസ്, ചെടികളുടെ കൂട്ടം, അല്ലെങ്കിൽ മരങ്ങളുടെ കൂട്ടം, കാറുകളുടെ കൂട്ടം, ആളുകളുടെ കൂട്ടം, ഇതൊക്കെ സെറ്റാണ്. അപ്പം സെറ്റിന് 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം വളരെയധികം ആപ്ലിക്കേഷനിലൊരു ചാപ്റ്ററാണ് ഈ സെറ്റ്. നിങ്ങൾ ലോജിക്കിൽ സെറ്റ് ഉപയോഗിക്കും, പ്രോബബിലിറ്റിയിൽ സെറ്റ് ഉപയോഗിക്കും, ഒരുപാട് സ്ഥലത്ത് സെറ്റ് ഉപയോഗിക്കും. അപ്പം ആദ്യം തന്നെ സെറ്റിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് സെറ്റ്, വാട്ട് ഈസ് എ സെറ്റ്. ആദ്യം അതാണ്. എന്താണ് സെറ്റ്? സെറ്റ് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്ന ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പം സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 12 ഇൻ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ് അല്ലേ? ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഡിഫൈൻഡ് ആണ്, കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. അപ്പം സ്പെസിഫിക് ആണ്, ഇന്ന ആൾക്കാരാണ് ആ ഗണത്തിൽ പെടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും നിർവചിക്കാൻ പറ്റണം. അതിനെയാണ് സെറ്റ് എന്ന് പറയുക. അപ്പം സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, സെറ്റ് ഓഫ് ഓൾ ഗുഡ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. നോക്കൂ, സെറ്റ് ഓഫ് ഓൾ ഗുഡ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, സെറ്റ് ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഇതൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും നിർവചിക്കാൻ പറ്റില്ല. കാരണം ഈ ഗുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുഡ് ആയിരിക്കില്ല എൻ്റെ ഗുഡ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗുഡ് ഉണ്ടാവും. ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർണ്ണമായിട്ട് എങ്ങനെയാണ് ഇൻ്റലിജൻറ്റ് ഡിഫൈൻ ചെയ്യാം. പക്ഷേ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് 11-12 ഓഫ് ഹാർവസ്റ്റ് ഹാവിങ് മോർ ദാൻ 70 മാർക്സ് ഇൻ എ പെർട്ടിക്കുലർ എക്സാം എന്ന് പറയുമ്പോൾ ഒരു സെറ്റാണ്. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 2 കാര്യങ്ങളുണ്ട് സെറ്റിൽ. പൂർണ്ണമായിട്ടും നിർവചിക്കാൻ പറ്റണം. അപ്പം സെറ്റിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. സെറ്റിൻ്റെ നിർവചനം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് distinct objects. Well defined distinct objects. Objects പറഞ്ഞാൽ ഓരോ, ഇപ്പോൾ ആൾക്കാരാവാം ഒബ്ജക്ട്സ്, കാറുകളാവാം ഒബ്ജക്റ്റ്, മരങ്ങളാവാം ഒബ്ജക്റ്റ്, എന്ത് വേണമെങ്കിലാവാം. പക്ഷേ എന്താണ് ആ ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകത? അത് വെൽ ഡിഫൈൻഡ് ആവണം, പൂർണ്ണമായിട്ടും നിർവചിച്ചിട്ടുണ്ടാവണം. ഇപ്പം നമുക്ക് നോക്കൂ, ഗുഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നിർവചിച്ചിട്ടുള്ളൊരു സാധനമല്ല. ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് നല്ല ഡിഫൈൻഡ് അല്ല, ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ പൂർണ്ണമായിട്ടും നിർവഹിച്ചിട്ടുണ്ടാവണം. പിന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. എന്താ ഡിസ്റ്റിങ്ക്റ്റ് വന്നാൽ? വേറെ 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 ആൾക്കാരായിരിക്കണം, ഐഡൻറ്റിക്കൽ ആയിരിക്കട്ടെ, സെയിം ആയിരിക്കട്ടെ. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എ കളക്ഷൻ ഇസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സ്. But what is a set? Set in definition ആണ്, it is a collection of well defined distinct objects. അപ്പം എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് സെറ്റ്സ് നോക്കാം. വാട്ട് ഈസ് എക്സാമ്പിൾസ് ഓഫ് സെറ്റ്സ്? ഇതൊരു സെറ്റ് എക്സാമ്പിളാണ്. സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് 11 ഓഫ് ഹാർവസ്റ്റ്. സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് സെറ്റല്ല. കാരണം എന്താ, ആ ക്ലാസ് ഏതാണെന്ന് അറിയില്ല.
അതേപോലെ സെറ്റ് ഓഫ് ഓൾ ഗുഡ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് സെറ്റല്ല. കാരണം എന്താ, ആ ഗുഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിർവചിച്ചിട്ടുള്ള സാധനമല്ല. പിന്നെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സെറ്റാണ്. എന്താ നാച്ചുറൽ നമ്പേഴ്സ്? എണ്ണൽ സംഖ്യകൾ അല്ലേ, 1, 2, 3 അങ്ങനെ പോകും, ഒരു സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4 ഒരു സെറ്റാണ്. നോക്കൂ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4 അതൊരു സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4. അപ്പോൾ അങ്ങനെ, അപ്പം സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സ്. സെറ്റ് ഓഫ് ഓൾ ഗുഡ് സ്റ്റുഡൻസിനെ, അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇതൊന്നും സെറ്റല്ല. ദീസ് ആർ നോട്ട് സെറ്റ്സ്. ദ ഫോളോയിങ് ആർ നോട്ട് സെറ്റ്സ്. ഏതൊക്കെയാണ് സെറ്റല്ലാത്തത്? ഒന്നാമത്തെ, ദ സെറ്റ് ഓഫ് ഓൾ ഗുഡ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. സെറ്റ് ഓഫ് ഓൾ ഗുഡ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് സെറ്റല്ല. പിന്നെ സെറ്റ് ഓഫ് ഓൾ ഗുഡ് ക്രിക്കറ്റേഴ്സ് ഇൻ ഇന്ത്യൻ ടീം. ഇന്ത്യൻ ടീമിലെ നല്ല ക്രിക്കറ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങളുടെ നല്ലതായിരിക്കില്ല എൻ്റെ നല്ലത് അല്ലേ. നിങ്ങൾക്ക് ബൗളേഴ്സിനെ ആയിരിക്കും ഇഷ്ടം, എനിക്ക് ബാറ്റ്സ്മാൻമാരെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫീൽഡേഴ്സിനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോ പിന്നെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളും ഉണ്ടാവും. ചിലർക്ക് നല്ല കേർട്സി ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സ് ഉണ്ടാവും, അവരെയായിരിക്കും ഇഷ്ടമുണ്ടാവുക അല്ലേ. വളരെ മര്യാദക്കാരനായിട്ടുള്ള ക്രിക്കറ്റേഴ്സ് അവരെയായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ദ സെറ്റ് അതൊരു സെറ്റല്ല. സെറ്റ് ഓഫ് ഓൾ ഗുഡ് ക്രിക്കറ്റേഴ്സ്, ഗുഡ് ക്രിക്കറ്റേഴ്സ് ഇൻ ഇന്ത്യൻ ടീം. ഇത് സെറ്റല്ല. കാരണം എന്താ, ഈ ഗുഡ് പ്രോപ്പർലി ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട്. നമുക്ക് ഈ ഗുഡ് പൂർണ്ണമായിട്ടും നിർവഹിച്ചിട്ടില്ല. അതേപോലെ സെറ്റ് ഓഫ് ഓൾ ഗുഡ് ക്രിക്കറ്റേഴ്സ്, ഗുഡ് സ്റ്റുഡൻസ് ഇത് ഡിഫൈൻഡ് അല്ല. അതുപോലെ ഗുഡ് ക്രിക്കറ്റേഴ്സ് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് ആണ് സെറ്റ്. അപ്പോൾ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4. അങ്ങനെ ഇഷ്ടംപോലെ സെറ്റ് ഉണ്ട്. ഞാൻ 2 എക്സാമ്പിൾസ് പറഞ്ഞു. പിന്നെ 2 കൗണ്ടർ എക്സാമ്പിൾ. ഈ 2 എക്സാമ്പിൾസും ശ്രദ്ധിക്കണം. എന്താണ് ഇത്, എന്തുകൊണ്ടാണ് സെറ്റ് അല്ലാത്തത്? ദ വേർഡ് ഗുഡ് സ്റ്റുഡൻസ് ഇസ് നോട്ട് പ്രോപ്പർലി ഡിഫൈൻഡ്. ഇതെന്തുകൊണ്ടാണ് ക്രിക്കറ്റേഴ്സ് ഡിഫൈൻഡ് അല്ലാത്ത, സെറ്റ് അല്ലാത്ത? ദ വേർഡ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി ഡിഫൈൻഡ്. ഗുഡ് ക്രിക്കറ്റേഴ്സ് എന്നുള്ളത്, നല്ല ക്രിക്കറ്റർ എന്നുള്ളത് പ്രോപ്പർലി ഡിഫൈൻഡ് അല്ലാത്ത സെറ്റാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ. ഇതാണ് ആദ്യത്തെ പോയിന്റ്. വാട്ട് ഈസ് എ സെറ്റ്? കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. രണ്ടാമത്തെ ഐഡിയ, എങ്ങനെയാണ് ഒരു സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക? എങ്ങനെയാണ് ഒരു സെറ്റ് എഴുതുക? ഹൗ ടു റെപ്രസെൻറ്റ് എ സെറ്റ്. ഒരു സെറ്റ് നമ്മൾ മാത്സിൽ എപ്പോഴും അങ്ങനെയാണ്. ഒരു സെറ്റ് നമ്മളെ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യണ്ടേ അല്ലേ, എക്സ്പ്രസ് ചെയ്യണ്ടേ. അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഫോഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന എഫ് ആയിട്ടല്ല. ഇതുപോലെ ഒരു സെറ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? എ സെറ്റ് ഇസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഒരു കേളി ബ്രാക്കറ്റ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു കേളി ബ്രാക്കറ്റ്സ് എന്നാ പറയുക? കേളി ബ്രേസ് എന്നാ പറയുക. ബ്രേസ് ഇതിന് പറയുന്നത് ബ്രേസ്, ബ്രേസ് എന്ന് പറയും. ആ കേളി ബ്രാക്കറ്റ്സിന് പറയുന്ന പേരാണ് ബ്രേസ്. അപ്പം സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4. സെറ്റ് ഓഫ് ഓൾ natural numbers less than 4. Set of all natural numbers less than 4 എന്നുള്ള സാധനം എങ്ങനെയാണ് ഒരു സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ അറിയാം? 1, 2, 3 ലെസ് ദാൻ 4 എന്നാണ്. 4-നേക്കാൾ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പറിൻ്റെ കൂട്ടം. അപ്പോൾ അതിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം. കേളി ബ്രാക്കറ്റിൽ 1, 2, 3 റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷനെ പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം.
ഒരു സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു സെറ്റിനെ വി ക്യാൻ റെപ്രസെൻറ്റ് എ സെറ്റ് ഇൻ ടു ഫോംസ്. വൺ ഇസ് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. രണ്ടാമത്തെ ഫോം വി കോൾ ഇറ്റ് സെറ്റ് ബിൽഡർ ഫോം. You can represent a set in the set builder form also. Set builder form എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ കേളി ബ്രാക്കറ്റ്സിൽ എഴുതും. എന്നിട്ട് നിങ്ങൾ പറയാം സെറ്റ് ഓഫ് ഓൾ എക്സ് കേളി ബ്രാക്കറ്റ്സിൽ തന്നെ പറയും. എന്നിട്ട് എക്സ് എന്ന് എഴുതിയിട്ട് ഒരു സെമി കോളൻ ഇടും. സെമി കോളൻ ഇട്ടിട്ട് എക്സ് ഈസ് the set of all natural numbers. Less than 4. എന്നിട്ട് കേളി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. ഇതേ സെറ്റ് തന്നെ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് എന്നെഴുതിയിട്ട് ഇങ്ങനെ രണ്ട് കുത്തിടും. ചിലപ്പോൾ രണ്ട് കുത്തിടും, ചിലപ്പം ഒരു വരയിടും. ഈ വരയ്ക്കും കുത്തിനും രണ്ടിനും ഒരേ പേരിനാണ്, സച്ച് ദാറ്റ് എന്നാണ് പേര്. ഇങ്ങനെ പറഞ്ഞാലും നമ്മളെന്ത് പറയും? സച്ച് ദാറ്റ്. അപ്പോൾ നമ്മളിത് വായിക്കുക എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4 അങ്ങനെ പറയാം. അല്ലെങ്കിൽ എക്സ് ഇങ്ങനെ ഒബ്ലിക്കായിട്ട് എഴുതാം, അല്ലെങ്കിൽ എക്സ് എഴുതിയിട്ട് കോളൻ ഇടാം. അപ്പോൾ ഇത് രണ്ട് ഈ റെപ്രസെൻറ്റേഷന് പറയുന്ന വഴിയാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഒരു സെറ്റിനെ നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് റോസ്റ്റർ ഫോം, രണ്ട് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമുക്ക് കുറച്ച് സെറ്റ് പറയാം. റോസ്റ്റർ ഫോമിലും പറയാം, സെറ്റ് ബിൽഡർ ഫോമിലും പറയാം. ഓക്കെ, നമുക്ക് 3 ചോദ്യം നോക്കാം. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ഇൻ ദ റോസ്റ്റർ ഫോം. ഇത് റോസ്റ്റർ ഫോമിൽ എഴുതാം. റോസ്റ്റർ ഫോം ആദ്യത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ വാട്ട് ആർ ദ ആൻസേഴ്സ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 4. 4-നേക്കാൾ ബിഗർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. റോസ്റ്റർ ഫോം എഴുതുമ്പോൾ എന്താണ്? എപ്പോഴും കേളി ബ്രാക്കറ്റ്സ് വേണം. ഗ്രേറ്റർ ദാൻ 4 പറഞ്ഞാൽ 4-നേക്കാൾ ബിഗർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 5, 6, 7. അപ്പോൾ ഇത് എൻഡ്ലെസ് ആയിട്ട് പോകും, നിൽക്കില്ല. അതുകൊണ്ട് 3 കുത്തിട്ടാൽ മതി. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 8. ഈവൻ നാച്ചുറൽ നമ്പർ എന്താ? ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ, ഈവൻ നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ 2, 4, 6, 8 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനൊക്കെ നമ്മൾ പറയും ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം 8-നേക്കാൾ കുറവായിട്ടുള്ള ഈവൻ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് 8-നേക്കാൾ കുറവാണെങ്കിൽ 6 ആവാം, 4 ആവാം, 2 ആവാം. കഴിഞ്ഞു. അപ്പോൾ 2, 4, 6 സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചെയ്തു, രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5-ഓ 5-നേക്കാൾ കുറവോ ആയിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്? 1, 3 ഇങ്ങനെയാണ് പോകും. അപ്പോൾ 5-ഓ 5-നേക്കാൾ കുറവോ ആയിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഓഡ് നാച്ചുറൽ നമ്പർ, ആദ്യത്തെ ഓഡ് നാച്ചുറൽ നമ്പർ 1 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 5 വരുമോ? ഈക്വൽ ടു ഉണ്ട്, ലെസ് കുറവോ ഈക്വലോ ആയിട്ടുള്ള 5 വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഒരു റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടുള്ള ഒരു സെറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി. റോസ്റ്റർ സെറ്റ്, ഈ സെറ്റ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ സെറ്റിന് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. അപ്പം ഒരു സെറ്റിനെ റോസ്റ്റർ ഫോം 2 തരത്തിലാണ് ഒരു സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുക. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. അപ്പം ഇപ്പോൾ ഒരു സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതി. ഒന്നാമത്തെ ചോദ്യം റോസ്റ്റർ ഫോമിൽ എഴുതി.
സെക്കൻഡ് ക്വസ്റ്റ്യൻ റോസ്റ്റർ ഫോമിൽ എഴുതി, തേർഡ് ക്വസ്റ്റ്യൻ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇനി നമ്മൾ തിരിച്ചെഴുതാൻ പോവാണ്. ഗിവൺ എ സെറ്റ് ഇൻ ദ റോസ്റ്റർ ഫോം എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക. ഓക്കെ, ഒരു 4 ചോദ്യം നോക്കാം. 4 ചോദ്യമുണ്ട്. ഈ 4 സെറ്റിന് ഇതെന്ത് ഫോമാണ് റിപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? റോസ്റ്റർ ഫോമിലാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സെറ്റിനെ നമുക്ക് ചോദിച്ചതാണ് ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണേ എങ്ങനെയാണ് സെറ്റ് റിപ്രസെൻ്റ് ചെയ്യാമെന്നാണ്. ഒരു സെറ്റ് 2 രീതിയിൽ റിപ്രസെൻ്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഫോമിലും മറ്റേത് സെറ്റ് ബിൽഡർ ഫോമിലും. അപ്പോൾ ഞാൻ ഈ 3 സെറ്റ്സ് തന്നിട്ടുള്ളത് റോസ്റ്റർ ഫോമിലാണ്. ഹൗ ടു കൺവേർട്ട് ദാറ്റ് റിപ്രസെൻ്റ് ദ ഫോളോയിങ് സെറ്റ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. നോക്കാം നമുക്ക് ആൻസർ. ഒന്നാമത്തെ ചോദ്യം 5, 6, 7, 8 എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ റിപ്രസെൻ്റ് ചെയ്യുക? എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഒരു എക്സ് എഴുതാം. എക്സ് എന്നുള്ളത് എക്സിന് വേണമെന്നില്ല, വൈ ആയാലും കുഴപ്പമില്ല, ഏതോ ഒരു വേരിയബിൾ. അപ്പോൾ എക്സ് എഴുതാം. സാധാരണ എക്സ് ആണ് എഴുതാറ്. സച്ച് ദാറ്റ് വരയിടാം, അല്ലെങ്കിൽ 2 കുത്തിടാം. ഇനി ആ എക്സ് ഇതിൽ പെടാനുള്ള കണ്ടീഷനാണ് എഴുതേണ്ടത്. അപ്പോൾ 5, 6, 7, 8 എന്ന് പറഞ്ഞാൽ ഇത് 4ഉം അടുത്തടുത്ത നമ്പേഴ്സാണ്, അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സാണ്. ഈ അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സിനെ പറയുന്നത് കോൺസിക്യൂട്ടീവ്. അപ്പോൾ കോൺസിക്യൂട്ടീവിന് 5 കഴിഞ്ഞാൽ 6 അല്ലേ നാച്ചുറൽ നമ്പർ, 6 കഴിഞ്ഞാൽ 7 ആണ്, 7 കഴിഞ്ഞാൽ 8 ആണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ 5, 6, 7, 8 5 തൊട്ടിട്ടുള്ള 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ 5ൻ്റെയും 8ൻ്റെയും അല്ലെങ്കിൽ 4ൻ്റെയും 9ൻ്റെയും ഇടയിലുള്ള അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സ് പറയാം അല്ലേ. 4 കഴിഞ്ഞാലല്ലേ 5. അപ്പോൾ 4ൻ്റെയും 9ൻ്റെയും ഇടയിലുള്ള 5 അല്ലെങ്കിൽ 4ൻ്റെയും 9ൻ്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഒന്നൂടെ അങ്ങനെ പറയാം. അപ്പോൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. X is a natural number. X is a natural number between. X is a natural number between 4 and 9. Between 4 and 9. X is a natural number between 4 and 9. 4ൻ്റെയും 9ൻ്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂട്ടം. അതായത് ഈ സച്ച് ദാറ്റ് കഴിഞ്ഞിട്ട് എഴുതുന്നത് ഇതിൽ വന്ന് പെടാനുള്ള കണ്ടീഷനായിരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഒരു എലമെൻറ്റ് വരണോ വരണ്ടേയും തീരുമാനിക്കുന്ന കണ്ടീഷനായിരിക്കണം. ആ കണ്ടീഷൻ പറയുന്നത് പൂർണ്ണമായിട്ടും വ്യക്തമായിരിക്കണം, ഡിഫൈൻഡ് ആയിരിക്കണം. അതിൽ അവ്യക്തത ഉണ്ടെങ്കിൽ ഇത് സെറ്റാവില്ല. വ്യക്തമായിട്ടും നമുക്കത് എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് സെറ്റാവുള്ളൂ. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളൊന്ന് പറയൂ. രണ്ടാമത്തെ എങ്ങനെ എഴുതാം? നമ്മൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്താ അവിടെ 1, 2, 3 ആകുമ്പോൾ എന്താണ് ആദ്യത്തെ 3, കാരണം തുടങ്ങുന്ന തന്നെ 1 അല്ലേ, തുടങ്ങുന്ന തന്നെ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ പറഞ്ഞൂടെ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നാച്ചുറൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4 എന്ന് പറയാം. ആ കണ്ടീഷൻ നിങ്ങൾക്ക് തോന്നിയത് പറയാം. പക്ഷെ കണ്ടീഷൻ പറയുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടു, അത് പൂർണ്ണമായിട്ടും നിർവചിച്ചതായിരിക്കണം, പൂർണ്ണമായിട്ടും വ്യക്തമായിരിക്കണം, വ്യക്തത ഉണ്ടാവണം അതിൽ. കാരണം അതിൻ്റെ ഉള്ളിലൊരു സെറ്റ് വരണോ വരണ്ടേ എന്നുള്ളത് ആ വർത്തമാനം കൊണ്ട് പൂർണ്ണമായിട്ടും നിർവചിച്ചിട്ടുണ്ടാവണം. അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എന്താണ്? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ 4നേക്കാൾ കുറവ്, അല്ലെങ്കിൽ 3ഓ 3നേക്കാൾ കുറവ്, 2 തരത്തിൽ പറയാം. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. ഒന്ന് ലെസ് ദാൻ 4 എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പറയാം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നിങ്ങളൊന്ന് പറയൂ. തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ബിൽഡർ ഫോമിൽ റിപ്രസെൻ്റ് ചെയ്യുക? 2, 4, 6 2, 4, 6 ആണെങ്കിൽ കണ്ടോ, 2, 4, 6 ആദ്യത്തെ 3 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. ആദ്യത്തെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സ്. അല്ലെങ്കിൽ 7നേക്കാൾ താഴെയുള്ള
ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? 6ൻ്റെ അപ്പുറത്തല്ലേ 7, 7നേക്കാൾ താഴെയുള്ള അല്ലെങ്കിൽ 8നേക്കാൾ താഴെയുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. 8നേക്കാൾ താഴെയുള്ള എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 8നേക്കാൾ താഴെയുള്ള അല്ലെങ്കിൽ 7നേക്കാൾ താഴെയുള്ള ഈവൻ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ പറയാം, സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is an even natural number less than 7. ഇതാണ് മൂന്നാമത്തെ പരിപാടി. നാലാമത്തെ എന്താ വെച്ചാൽ 13579 ആണ്. 13579 എന്ന് പറയുമ്പോൾ 13579 നോക്കൂ, ആദ്യത്തെ 5 ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ? ആദ്യത്തെ 5 ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, 10നേക്കാൾ താഴെയുള്ള 10 എന്നുള്ള നാച്ചുറൽ നമ്പറിനേക്കാൾ താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ പറയാം അല്ലേ? അല്ലെങ്കിൽ 9 9നേക്കാൾ താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ എഴുതാം, ഇറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എങ്ങനെ എഴുതാം, എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. X is an odd natural number less than or equal to 9. അങ്ങനെ പറയാം. ലെസ് ദാൻ 10 എന്ന് പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു റോസ്റ്റർ ഫോമിലൊരു സെറ്റിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഒരു സെറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? റോസ്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഐഡിയ, ഒരു സെറ്റിനെ നമ്മൾ ഇതൊരു സെറ്റാണ്, ഒരു സെറ്റിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം ഇതിന് ക്യാപിറ്റൽ എ ഈക്വൽസ് എന്നാ പറയാം. ഒരു സെറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇതാണ് ക്യാപിറ്റൽ ബി ഈക്വൽസ്, ഇത് ക്യാപിറ്റൽ സി ഇസിക്വൽ ടു ഇത് ക്യാപിറ്റൽ ഡി. അപ്പോൾ ഇതത് ക്യാപിറ്റൽ എ ആണ്. ആ ഗണത്തിനെ മൊത്തമായിട്ട് ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ്, ക്യാപിറ്റൽ ആൽഫബറ്റ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ബി, ദിസ് ഇസ് സി, ദിസ് ഇസ് ടി. അപ്പോൾ സാധാരണ ഒരു സെറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് അതിൽ കേളി ബ്രാക്കറ്റ്സ് ഉണ്ടാവും. അത് റോസ്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം സാധാരണ നമ്മളൊരു സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ അതിലെ അംഗങ്ങളെ ജനറലി പറയുമ്പോൾ അതിലെ അംഗങ്ങളെ സ്മോൾ ലെറ്റേഴ്സിനെ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക, ഉള്ളിലത്തെ ആൾക്കാരെ. അപ്പം എ ബി സി, ഈ സെറ്റിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ നമ്മൾ സാധാരണ, ഇവിടെയൊക്കെ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്പേഴ്സ് സ്മോൾ ലെറ്റർ, സാധാരണ ഒരു സെറ്റിൻ്റെ ഉള്ളിലത്തെ സെറ്റിനെ നമ്മളൊരു സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സെറ്റ് ഓഫ് ഓൾ കാർസ് ഇൻ കാലിക്കറ്റ് സിറ്റി, സെറ്റ് ഓഫ് ഓൾ കാർസ് ഇൻ കാലിക്കറ്റ് സിറ്റി. അപ്പം സി ഒരു വലിയൊരു സെറ്റാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു A1 ഒരു സെറ്റാണ്, ഒരു എലമെൻ്റാണ്, A2 ഒരു എലമെൻ്റാണ്, A3 ഒരു എലമെൻ്റാണ്. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഈ A1 എന്ന് പറയുന്നത് ഒരു കാറായിരിക്കും, A2 പറയുന്നത് വേറൊരു കാറായിരിക്കും, A3 പറയുന്നത് വേറൊരു കാറായിരിക്കും. അപ്പം A1 A2 A3 ഒക്കെ കൂടി കാറുകളുടെ കൂട്ടമാണ് ഈ ക്യാപിറ്റൽ സി. അപ്പോൾ സാധാരണ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. ആ സെറ്റിൻ്റെ ഉള്ളിലത്തെ ഒരു മെമ്പറിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പം വാട്ട് ഈസ് എ സെറ്റ്? എന്താ സെറ്റ്? സെറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് വിച്ച് സെറ്റ്. അതിൻ്റെ പ്രത്യേകത 2 കാര്യങ്ങളുണ്ട്. വെൽ ഡിഫൈൻഡ് ആവണം, ഡിസ്റ്റിങ്ക്റ്റ് ആവണം. ഡിസ്റ്റിങ്ക്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പം നമ്മളിപ്പം ഒരു സെറ്റ് ഇങ്ങനെ എഴുതി 1 2 2 3 1 2 2 3 എന്ന് എഴുതിയാൽ അതിന് നമ്മൾ ഇത് എന്തിനോട് സമാനം അറിയോ? 1 2 3നോട് സമാനം. കാരണം എന്താ? ഈ 2 പ്രാവശ്യം 2 എഴുതാൻ പാടില്ല, മനസ്സിലുണ്ടോ? അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഒരു സെറ്റ് നമ്മളിങ്ങനെ എഴുതി, 1 1 1 1 4. ഈ സെറ്റിൽ എത്ര ആൾക്കാരുണ്ട് ചോദിച്ചാൽ 2 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് റീറൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും.
ഇറ്റ് ഈസ് 1,4. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള വേർഡ് വന്നത്. മനസ്സിലുണ്ടോ? അപ്പോൾ 1 1 4 തവണ 1 എഴുതിയാലും അതിനെ ഒന്നായിട്ടേ കണക്കാക്കാൻ പാടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഡിസ്റ്റിങ്ക്റ്റ് പറയുന്നത്. അപ്പോൾ സെറ്റിന് 2 നിർബന്ധങ്ങളുണ്ട്. ഒന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആവണം, പിന്നെ വെൽ ഡിഫൈൻഡ് ആവണം. എന്താ വെൽ ഡിഫൈൻഡ് കൺസെപ്റ്റ്? സെറ്റ് ഓഫ് ഓൾ ഗുഡ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, സെറ്റ് ഓഫ് ഓൾ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, സെറ്റ് ഓഫ് ഓൾ ഗുഡ് ക്രിക്കറ്റേഴ്സ് ഇൻ ഇന്ത്യൻ ടീം. അങ്ങനെ പൂർണ്ണമായിട്ടും വിശേഷണം നൽകാത്ത ഒരു സെറ്റ് ഒരിക്കലും ഒരു സെറ്റല്ല. ഓക്കെ, അതാണ് സെറ്റിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എങ്ങനെയാണ് ഒരു സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക? എങ്ങനെയാണ് സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക? റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുക. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെറ്റിനെ വി കോൾ ഇറ്റ് റോസ്റ്റർ ഫോം. അപ്പം ഓൾവേസ് യു റെപ്രസെൻറ്റ് ദിസ് സെറ്റ് ആസ് സെറ്റ് ബിൽഡർ ഫോം, ദിസ് ആസ് റോസ്റ്റർ ഫോം. അപ്പം നമ്മൾ ഒരു റോസ്റ്റർ ഫോമിൽ തന്നൊരു സെറ്റിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റണം, സെറ്റ് ബിൽഡർ ഫോമിൽ തന്നൊരു സെറ്റിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി നമ്മൾ സാധാരണ കണ്ടുവരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ആ എണ്ണൽ സംഖ്യകൾ ഏതാണ്? ഇങ്ങനെയാണ്: 1 2 3 4 5 എക്സെട്ര. 3 കുത്തിട്ടാണ്, 3 കുത്തിട്ടാണ്. ഇതിനെ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ചിലർ ഇങ്ങനെ എഴുതും, വെറും എൻ എഴുതിയാലും വിരോധമൊന്നുമില്ല. കാരണം അത് സാധാരണ എന്നല്ല എന്ന് മനസ്സിലാക്കണം. വെറും എന്ന് വേണമെങ്കിൽ സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമ്മളെപ്പോഴും ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇറ്റാലിക്സ് എന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഒന്നാമത്തെ. രണ്ടാമത്തെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഇതിനെ പറയുന്നവരാണ് എണ്ണൽ സംഖ്യ. അതൊരു കണ്ടോ, ഇവിടെ കുത്ത് കിടണം. ഒരു എൻഡ്ലെസ് ആയിട്ട് പോകുന്നൊരു സെറ്റാണ്. നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവിടെ കുത്തിടണം. പിന്നെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് നമ്മളെപ്പോഴും ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, സെഡ്. ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക എപ്പോഴും സെഡ് ആയിട്ടാണ്. അപ്പോൾ വാട്ട് ഈസ് സെഡ്? എപ്പോഴും റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ മതി. പിന്നെ 0 1 2 3 എക്സെട്ര. പിന്നെ -1 -2 എക്സെട്ര. അങ്ങോട്ടേക്കും ഇൻഫിനിറ്റ് ആയിട്ട് പോകും, അങ്ങോട്ടേക്കും ഇൻഫിനിറ്റ് ആയിട്ട്. വി കോൾ ഇറ്റ് ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. 3 സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ഇതാണ്. എന്താ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ? ഫ്രാക്ഷൻ വരിക, 2/3 ഫോം, 3/4 ഫോം. ഇൻറ്റിജറും റാഷണൽ നമ്പർ തന്നെയാണ്, നാച്ചുറൽ നമ്പറും റാഷണൽ നമ്പറാണ്. അതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പാടുള്ളൂ. എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഓഫ് ദ ഫോം p/q. p/q ഫോമിലാവണം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് q. x is equal to p/q, where pയും qയും ഇൻറ്റിജേഴ്സ് ആവണം. q പറയുന്നത് 0 ആവരുത്. കാരണം q 0 ആയാൽ ഡിവിഷൻ ബൈ 0 വരും. ഡിവിഷൻ ബൈ 0 ഡിഫൈൻഡ് അല്ല, പൂർണ്ണമായിട്ടും നിർവചിച്ച സാധനമല്ല. അപ്പോൾ ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നൊട്ടേഷനാണ് q എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 സാധനങ്ങൾ പഠിച്ചു. വാട്ട് ഈസ് നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ വാട്ട് ഈസ് ഇൻറ്റിജേഴ്സ്, പിന്നെ വാട്ട് ഈസ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഓഫ് ദ ഫോം. നമ്മൾ പറയാറില്ല ഭിന്നകങ്ങൾ, അതാണ് 2/3 3/4, അതൊക്കെ ഫ്രാക്ഷൻസാണ്. ഫ്രാക്ഷൻസ് മാത്രമല്ല റാഷണൽ നമ്പേഴ്സ്. ഫ്രാക്ഷൻസ് റാഷണൽ നമ്പേഴ്സാണ്, പക്ഷേ റാഷണൽ നമ്പേഴ്സ് ഫ്രാക്ഷൻസ് അല്ല. കാരണം എന്താ? ഇൻറ്റിജർ ഒരു റാഷണൽ നമ്പറാണ്, നാച്ചുറൽ നമ്പർ ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ 3 ഒരു റാഷണൽ നമ്പറാണ്. കാരണം 3നെ 3/1 എഴുതി കൂടെ. അപ്പോൾ ഏത് നമ്പറിനെ സംതിങ് ബൈ സംതിങ് ആക്കി എഴുതാൻ പറ്റുമോ, p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പറിനും നമ്മൾ എന്താ പറയുക? റാഷണൽ നമ്പർ എന്ന് പറയുക. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഓഫ് ദ ഫോം p/q, where p and q are integers
ആൻഡ് ക്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇതിനാണ് നമ്മൾ റാഷണൽ നമ്പർ പറയുന്നത്. എന്താ ഇറാഷണൽ നമ്പർ പറഞ്ഞാൽ? അടുത്തത് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സിന് വ്യക്തമായിട്ടൊരു നൊട്ടേഷനൊന്നുമില്ല. ഇറാഷണൽ നമ്പേഴ്സ് വ്യക്തമായിട്ട് നൊട്ടേഷനുണ്ട്. ഇറാഷണൽ നമ്പേഴ്സ് പറഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം P/Q. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. ഇപ്പോൾ √2, √3, π ഇതൊക്കെ ഇറാഷണൽ നമ്പേഴ്സാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൻ്റെ നൊട്ടേഷൻ അതുപോലെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ റിയൽ നമ്പേഴ്സിൻ്റെ നൊട്ടേഷനാണ് R. അപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള ഡെഫിനിഷൻ പഠിച്ചു, സെറ്റ് പഠിച്ചു. എന്തൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ ഉണ്ടായത് ഇൻറ്റിജേഴ്സ്, പിന്നെ റാഷണൽ നമ്പേഴ്സ്, പിന്നെ ഇറാഷണൽ നമ്പേഴ്സ്, പിന്നെ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും നൊട്ടേഷൻ ഓർക്കണം. നാച്ചുറൽ നമ്പേഴ്സ് n, റാഷണൽ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് z, റാഷണൽ നമ്പേഴ്സ് q, ഇറാഷണൽ നമ്പേഴ്സിന് വ്യക്തമായിട്ട് പേരൊന്നുമില്ല, നൊട്ടേഷനൊന്നുമില്ല. റിയൽ നമ്പേഴ്സിന് r. ഈ R ഇറ്റാലിക്സിൽ R ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സം സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ്. നൊട്ടേഷൻസ് പറഞ്ഞാൽ സിംബൽസ്. കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ഇതിൽ സിമ്പിൾസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്, സിമ്പിൾസ്. ഇപ്പം നമ്മൾ ഒരു സെറ്റ് ഇങ്ങനെ പറഞ്ഞോളൂ. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വോവൽ in English alphabet. അങ്ങനെ ഡിഫൈൻ ചെയ്യും. ഇതെന്ത് ഫോമാണ്? ഇത് സെറ്റ് ബിൽഡർ ഫോമാണ്. സെറ്റ് ബിൽഡർ ഫോമാണ്. അപ്പോൾ ഇതിനെ, ഈ സെറ്റ് ബിൽഡർ ഫോമിനെ നിങ്ങൾ എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുക? ഇതിന് റോസ്റ്റർ ഫോമിൽ എഴുതുക. A ഈക്വൽസ്, നിങ്ങൾക്കറിയാം വോവൽ ഏതൊക്കെയാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വോവൽസ് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. A, E, I, O, U. അപ്പോൾ A, E, I, O, U അല്ലേ? അപ്പോൾ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സെറ്റിൻ്റെ റോസ്റ്റർ ഫോമിലെ റെപ്രസെൻറ്റേഷനാണിത് അല്ലേ? അതെ. അപ്പോൾ കോമിട്ട് എഴുതാം, ബ്രേസ് എഴുതാം. ദാറ്റ് ഈസ് സെറ്റ് ബിൽഡർ റോസ്റ്റർ ഫോം. നമ്മൾ പറയും ഈ A പറയുന്നത് ഈ സെറ്റിലെ ഒരു അംഗമാണ്. ഈ A എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഒരു മെമ്പറാണ്, അംഗമാണ്, ഒരു മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും A എന്ന് പറയുന്നത് ഇങ്ങനെ പറയും. ഇതിനെ പറയുന്ന ഒരു ഗ്രീക്ക് ആൽഫബറ്റാണ്, എപ്സിലോൺ എന്ന് തന്നെ പറയാം, എപ്സിലോൺ. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ്. ഇതാണ് ആദ്യത്തെ നൊട്ടേഷൻ. എന്താണ് ഇതിന് പറയുന്ന പേരാണ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ്. അംഗമാണ്, ഒരു സെറ്റിൽ അംഗമാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വര ഇങ്ങനെ സ്കോർ ചെയ്താൽ നമ്മളെന്ത് പറയും? ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ്. അപ്പോൾ നമ്മൾ പറയും A എന്നുള്ള സെറ്റ് ക്യാപിറ്റൽ A എന്നുള്ള അംഗമാണ്. അതുപോലെ I എന്നുള്ള സെറ്റ് A എന്നുള്ള സെറ്റിൽ അംഗമാണ് എന്ന് പറയും. നമുക്ക് എന്താ പറയാം? ക്യാൻ യു സേ ബി എന്ന് പറയുന്ന ഈ സെറ്റിൽ അംഗമാണോ? അല്ല. അപ്പോൾ B എന്നുള്ള സാധനം അല്ല, B എന്നുള്ള ആൽഫബറ്റ് അംഗമല്ല. അതുകൊണ്ട് ഇത് പറയും B ഡസ് നോട്ട് ബിലോങ്സ് ടു A. അപ്പോൾ ഒരു എലമെൻ്റ് ആ സെറ്റിൽ അംഗമാണെങ്കിൽ ഈ നൊട്ടേഷൻ കൊണ്ട് അത് ഡിനോട്ട് ചെയ്യും.
റെപ്രസെൻ്റ് ചെയ്യും. അല്ലെങ്കിൽ അംഗമല്ലെങ്കിൽ ഇതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അതാണ് ആദ്യത്തെ സിമ്പിൾ. എന്തായിരുന്നു ആദ്യത്തെ സിമ്പിൾ? ഈസ് ആൻ എലമെൻറ്റ് ഓഫ്. പിന്നെ അതിന് കൂടെ തന്നെ ഈസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ്. ഇതാണ് ആദ്യത്തെ സിമ്പിൾ. ഈസ് ആൻ എലമെൻറ്റ് ഓഫ്. ഇതിന് പറയുന്ന പേരാണ്, ഇതിൻ്റെ ഗ്രീക്ക് ലെറ്ററിൻ്റെ പേരാണ് എപ്സിലോൺ. EPSILON. എപ്സിലോൺ. വി കോൾ ഇറ്റ് ആസ് എപ്സിലോൺ. എപ്സിലോൺ എന്നുള്ള വേർഡ് ഗ്രീക്ക് ആൽഫബറ്റിൽ നിന്ന് വന്നാണ്, നോക്കണ്ട. ഇതിങ്ങനെ ആലോചിച്ചാൽ മതി. ദിസ് ഇസ്, അപ്പോൾ സെറ്റ് തിയറിയുടെ കോണ്ടെക്സ്റ്റിൽ ഇതിന് പറയുന്ന പേരാണ് അംഗമാണ്, ഇത് അംഗമല്ല. അത്രയേ ഉള്ളൂ. അംഗമാണ്, അംഗമല്ല. ആ ഗണത്തിൽ പെടുകയാണെങ്കിൽ അംഗമാണ്, ആ ഗണത്തിൽ പെട്ടില്ലെങ്കിൽ അംഗമല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പം ബിലോങ് ടു എ, ബിലോങ് ടു എ ആണെങ്കിൽ അതിലുണ്ട്, ഡസ് നോട്ട് ബിലോങ് ടു ആണെങ്കിൽ ആ സെറ്റിൽ ഇല്ല. അതാണ് ആദ്യത്തെ എക്സാമ്പിൾ. പിന്നെ നമ്മൾ പഠിച്ചു ഈ രണ്ടാമത്തെ സിമ്പിൾസ് എന്തായിരുന്നു, അത് നമ്മൾ പഠിച്ചു. എന്താ? ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. എന്താ നമ്മൾ പറയുക? സച്ച് ദാറ്റ്. ഇതിന് പറയുന്നത് സച്ച് ദാറ്റ്. അപ്പോൾ നോട്ട് എൻ എലമെൻ്റ് ഓഫ്. ഇതിന് പറയുന്നതാണ് ഈസ് എൻ എലമെൻ്റ് ഓഫ്. അപ്പോൾ ഇവിടെ ഈസ് എൻ എലമെൻ്റ് ഓഫ്. ഇതിന് പറയുന്നതാണ് ഈസ് ആൻ എലമെൻ്റ് ഓഫ്. ഇതിന് പറയുന്നവരാണ് ഈസ് നോട്ട് എൻ എലമെൻ്റ് ഓഫ്. ഇതിനെ പറയുന്നവരാണ് സച്ച് ദാറ്റ്. രണ്ടിനും സച്ച് ദാറ്റ്. ഇതും അതെ, സച്ച് ദാറ്റ്. ഓക്കെ, സച്ച് ദാറ്റ്. ഇനി ചിലപ്പം വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ലെസ് ദാൻ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ലെസ് ദാൻ. ഇപ്പം ഇതിന് പറയുന്നവരാണ് ഈക്വൽ ടു. ഇതിന് പറയുന്നവരാണ് നോട്ട് ഈക്വൽ ടു. അതൊരു സിമ്പിളാണ്. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ തേർഡ് വൺ എന്താണ്? ഈസ് ഈക്വൽ ടു, പിന്നെ നോട്ട് ഈക്വൽ ടു. ഇതിന് പറയുന്നത് ഈക്വൽ ടു. ഇതൊക്കെ അങ്ങ് അറിയാം നമുക്ക്. ഇത് നോട്ട് ഈക്വൽ ടു. ഇനി നമ്പർ 3 ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. ഇതിനെ പറയുന്നത് ലെസ് ദാൻ. ആ ഏറോ ഇങ്ങോട്ടാണെങ്കിൽ, ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെസ് ദാൻ. നോക്കൂ, 2 3 കുറവാണ്. 2 ലെസ് ദാൻ 3. പിന്നെ 5 ഈസ് ഗ്രേറ്റർ ദാൻ 6. 5 ഈസ് ഗ്രേറ്റർ ദാൻ 4. 5 ഈസ് ഗ്രേറ്റർ ദാൻ 4. അപ്പം അങ്ങോട്ടേക്കാണ് ഏറോ എങ്കിൽ ഇതായിരിക്കും ബിഗർ, ഇത് കുറവായിരിക്കും. ഇതാണെങ്കിൽ ഇത് കുറവ്, അത് വലുത്. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ എപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും 2 ആൾക്കാരുണ്ടാവും. നമ്പേഴ്സ് ആയിരിക്കും ലെസ് ദാൻ. ഇത് ലെസ് ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ. നമ്പർ 4 ലെസ് ദാൻ. ഇതിന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇതിന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. വി കോൾ ദിസ് ആസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ നൊട്ടേഷൻസ് ഒന്ന് ഓർക്കാം. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. നമുക്ക് ഇനിയും കുറേ കൂടി നൊട്ടേഷൻസ് പഠിക്കാം. അപ്പോൾ തൽക്കാലം ഈ നൊട്ടേഷൻസ് ഒന്ന് ഓർക്കാം. എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നൊട്ടേഷൻ. സെറ്റിന് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട നൊട്ടേഷനാണ്. ഈസ് എൻ എലമെൻ്റ് ഓഫ്, ഈസ് നോട്ട് എൻ എലമെൻ്റ് ഓഫ്, പിന്നെ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. അപ്പോൾ നമുക്ക് ഈ ചോദ്യം കൂടി ചെയ്തിട്ട് ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് സെറ്റ്, എങ്ങനെയാണ് സെറ്റ് പ്രസൻറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്. പിന്നെ 3 സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, പിന്നെ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, എലമെൻറ്റ് ഓഫ്, നോട്ട് എൻ എലമെൻറ്റ് ഓഫ്. അത്രയും. ഇനി ആദ്യത്തെ സ്ഥലം, ഈ സെറ്റ് ഇത് ഏത് ഫോമില റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് റോസ്റ്റർ ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹൗ ടു റെപ്രസെൻറ്റ് ദിസ് സെറ്റ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറഞ്ഞു. നോക്കാം നമുക്ക്. ആദ്യത്തെ ചോദ്യം, ഹൗ ടു റെപ്രസെൻറ്റ് ദിസ് സെറ്റ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ എന്ത് എഴുതണം? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നോക്കൂ, 2 ഇത് 2 സ്ക്വയർ അല്ലേ, ഇത് 2 ക്യൂബ് അല്ലേ, ഇത് 2⁴, 2⁵, 2⁶ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? X set of all x such that x is of the form 2 power n.
2 പവർ ഫോമിലല്ലേ. നോക്കൂ, ആദ്യം 2⁻1 ആണ്, ഇത് 2 സ്ക്വയർ ആണ്, ഇത് 2 ക്യൂബ് ആണ്. 2⁵, 2⁴, 2⁵, 2⁶. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഓഫ് ദ ഫോം 2 പവർ n സച്ച് ദാറ്റ് n എന്ന് പറയുന്നത് എന്താ, n ഒരു നാച്ചുറൽ നമ്പറാണ്. n ഒരു നാച്ചുറൽ നമ്പറാണ്. n ഇസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്നിൻ്റെ അംഗമാണ്. ക്യാപിറ്റൽ N ഉള്ള സെറ്റിൽ എലമെൻ്റ് ആണ്. സെറ്റ് ആൻഡ് എന്താണ്, n എവിടെ കിടക്കണം, ഇത് 2⁻1 ആണ്, ഇത് 2 സ്ക്വയർ ആണ്, ഇത് 2 ക്യൂബ് ആണ്. അപ്പം n ഷുഡ് ലൈ ബിറ്റ്വീൻ. n എന്തായാലും ഏതിനേക്കാൾ കൂടരുത്, ഇത് 64 ആണ്. 64 ആകുമ്പം 2⁻6 ആണ്. അപ്പം n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇവിടെയോ ഇത് 2⁻1 ആയതുകൊണ്ട് 1. അപ്പം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്താൽ ഇത് ഈ കണ്ടീഷനെ കൊണ്ട് ഈ സെറ്റ് പൂർണ്ണമായിട്ടും നിർവചിക്കപ്പെടും. നോക്കൂ, n 1 ആകുമ്പം 2⁻1 അതാണിത്. n 2 ആകുമ്പം 2⁻2 അതാണിത്. n 3 ആകുമ്പം 2 ക്യൂബ് അതാണ് 8. n 4 ആകുമ്പം 2⁻4 അതാണ് 16. n 5 ആകുമ്പം 2⁻5 അതാണ് 32. n 6 ആകുമ്പം 2⁻6 അതാണ് 64. മനസ്സിലായോ? അപ്പോൾ ഈ സെറ്റിനെ നമ്മൾ ഈ കണ്ടീഷനെ കൊണ്ട് പൂർണ്ണമായിട്ടും നിർവചിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2-3 നൊട്ടേഷൻസ് വെച്ചിട്ടുണ്ട്. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. n നാച്ചുറൽ നമ്പർ ആണ്. പിന്നെയോ n 1-ൻ്റെയും 6-ൻ്റെയും ഇടയിലാവണം. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ചെയ്തു. ഇനി റൈറ്റ് ദ സെറ്റ് ബി ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ബി എന്നുള്ള സെറ്റ് നോക്കാം. ബി എന്നുള്ള സെറ്റ് നോക്കൂ, കണ്ടോ, ഇവിടെ എക്സെട്ര ഉണ്ട്, ഇവിടെ എക്സെട്ര ഉണ്ട്, എൻഡ്ലെസ് ആയിട്ട് പോകും. ഇതൊരു ഓഡ് നമ്പേഴ്സാണ്. നോക്കൂ, 1, 3, 5 ഇവിടേക്കും അതെ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഓഡായിട്ടുള്ള ഇൻറ്റിജേഴ്സ് അല്ലേ ഇത്? ഓഡായിട്ടുള്ള ഇൻറ്റിജേഴ്സാണ്. ഓഡ് ഇൻറ്റിജറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. എക്സ് ഇസ് എൻ ഓഡ് ഇൻറ്റിജർ. എക്സ് ഇസ് എൻ ഓഡ് ഇൻറ്റിജർ. ഇങ്ങനെ പറഞ്ഞാലും വിരോധമൊന്നുമില്ല. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് ഇൻറ്റിജർ പറഞ്ഞാലും ശരിയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി ഭംഗിയിൽ എഴുതാം, കുറച്ചും കൂടി ഡിഫൈൻഡ് രീതിയിൽ എഴുതാം. എക്സ് ഇസ് എൻ ഓഡ് ഇൻറ്റിജർ എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി രീതിയിൽ എഴുതാം. എങ്ങനെ അറിയാം? എക്സ് ഇസ് ഈക്വൽ ടു, ഈ ഓഡ് ഇൻറ്റിജറിനെ ഈവൻ ആയിട്ടുള്ള ഇൻറ്റിജർ എപ്പോഴും 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ എല്ലാ ഈവൻ നമ്പറിനെയും 2n രീതിയിൽ എഴുതാം. എല്ലാ ഓഡ് നമ്പറിനെയും 2n-1 അല്ലെങ്കിൽ 2n+1 ആക്കി എഴുതാം. അപ്പം എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2n-1 n ബിലോങ്സ് ടു z. എന്ന് പറഞ്ഞാൽ ശരിയായി. കാരണം n ബിലോങ്സ് ടു z. കാരണം n എന്താ, ഇൻറ്റിജേഴ്സ് ആണ്. n 0 ആവാം, n 1 ആവാം, n 2 ആവാം, n 3 ആവാം, എന്തുവേണ്ടി ആവാം. അപ്പോൾ n ഇൻറ്റിജർ ആയാൽ 2n-1 എപ്പോഴും ഒരു ഓഡ് ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഇത് ധാരാളമാണ്. ഒന്നുകിൽ നമുക്കിങ്ങനെ വാചകത്തിൽ എഴുതാം എക്സ് ഇസ് എൻ ഓഡ് ഇൻറ്റിജർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ഭംഗിയിൽ എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു 2n-1 n ബിലോങ് ടു സെറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റോസ്റ്റർ സെറ്റ് ബിൽഡർ ഫോം. അതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ സെറ്റ് സി ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. നോക്കൂ, ഈ സിയുടെ പ്രത്യേകത നോക്കൂ, താഴെ എന്താണോ അതിനോട് ഒന്ന് കുറവാണ് മുകളിൽ. കണ്ടോ? അപ്പോൾ താഴെ നോക്കൂ, 2, 3, 4, 5, 6, 7, 8, 9 അടുത്തടുത്ത നമ്പേഴ്സാണ്. 2 എന്നാണ് തുടങ്ങുന്നത്. 2, 3, 4, 5 അങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? സി ഈസ് ഈക്വൽ ടു നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഈ എക്സിൻ്റെ സ്റ്റൈൽ എന്താവണം? നോക്കൂ, എക്സിൻ്റെ സ്റ്റൈൽ എന്താവണം? താഴെ എന്താണോ എഴുതിയത് അതിൽ ഒന്ന് കുറവാവണം മുകളിൽ. അപ്പോൾ തുടങ്ങുന്ന 1 അല്ലേ? നോക്കൂ, 1 ഫസ്റ്റ് ടേം തുടങ്ങുന്ന 1 എന്നാണ്, സെക്കൻഡ് ടേം തുടങ്ങുന്ന 2 എന്നാണ്, തേർഡ് ടേം 3 ആണ്, ഫോർത്ത് ടേം 5 ആണ്. അപ്പം 1 ആദ്യത്തെ ടേം 1 തുടങ്ങും, രണ്ടാമത്തെ ടേം 2 തുടങ്ങുന്നു, മൂന്നാമത്തെ ടേം 3 തുടങ്ങുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, n ബൈ മുകളിൽ n ആണെങ്കിൽ താഴെ എന്തായിരിക്കും? ഇവിടെ 1 ആണെങ്കിൽ 1 കൂട്ടി, 2 ആണെങ്കിൽ 1 കൂട്ടി, 3 ആണെങ്കിൽ 1 കൂട്ടി. അപ്പോൾ ഇവിടെ n ആണെങ്കിൽ n+1. അപ്പോൾ അവിടെ n-ന് ഒരു പ്രത്യേകത ഉണ്ട്. n ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, 1 തൊട്ടിട്ട് 8 വരെയാണ് പോകുന്നത്.
അപ്പോൾ n is a natural number starting from 1 to 8 എന്ന് എഴുതിയാൽ മതി. പക്ഷെ അത് കുറച്ചുകൂടി ഭംഗിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? n 1 ആവാം, n 2 ആവാം, n 3 ആവാം, n 4 ആവാം, n 5 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാം. അപ്പോൾ n 1 മുതൽ 8 വരെയുള്ള നമ്പർ ആയാൽ മതി. അപ്പം എക്സ് എങ്ങനെയെന്നാൽ എക്സ് ഇസ് ഈക്വൽ ടു n by n plus 1. n will take values from 1 to 8. അത് എഴുതിയാൽ മതി. അത് കുറച്ചുകൂടി ഭംഗിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? n is a natural number. n നാച്ചുറൽ നമ്പറാണ്. പിന്നെന്താണ്? ആ കണ്ടീഷൻ വ്യക്തമായിട്ട് എഴുതണം. n നാച്ചുറൽ നമ്പറാണ്. n 1-ൻ്റെയും 8-ൻ്റെയും ഇടയിൽ കിടക്കും. 1 ആവാം, 8 ആവാം. n ഈക്വൽ ടു 1 മുതൽ 8 വരെയുള്ള നമ്പർ ആവും. അതെങ്ങനെ എഴുതാം? n 8 8-നേക്കാൾ കുറവായിരിക്കാം. ഇതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ 8 ആവാം, 8-നേക്കാൾ കുറവാവാം. അല്ലെങ്കിലോ 1 1-നേക്കാൾ വലുതുമായിരിക്കും. അപ്പോൾ n വിൽ ലൈ ബിറ്റ്വീൻ n 1-ൻ്റെയും 8-ൻ്റെയും ഇടയിൽ കിടക്കും. 1 ഇൻക്ലൂഡ് ചെയ്യും, 8 ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ള സിമ്പിൾസ് ഇങ്ങനെ പറയാം. നമ്മൾ ആ സിമ്പിൾസിൽ ഡിസ്കസ് ചെയ്തു. സം സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ n 8 ആവാം, 1 ആവാം, 8-ൻ്റെയും 1-ൻ്റെയും ഇടയിലാവാം. നാച്ചുറൽ നമ്പർ ആവും വേണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ റോസ്റ്റർ ഫോം ഇതാണ്. ഇത് ഉണ്ടോ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ n 1 ആകുമ്പോൾ 1/2, 2 ആകുമ്പോൾ 2/3, 3 ആകുമ്പോൾ 3/4, 8 ആകുമ്പോൾ 8/9. ഇത് എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം കൂടി നോക്കാം. 4ാമത്തെ ചോദ്യം ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഇത് ഏത് ഫോമിലാണ് തന്നിട്ടുള്ളത്? ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഹൗ ടു റെപ്രസെൻറ്റ് എ സെറ്റ് ബിൽഡർ ഫോം ഇൻ ദ റോസ്റ്റർ. ഇതുവരെ ഈ 3 ചോദ്യം നമ്മൾ എന്താ ചെയ്തത്? റോസ്റ്റർ ഫോമിലുള്ള സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇവിടെ തിരിച്ച് സെറ്റ് ബിൽഡർ ഫോമിലുള്ള സെറ്റിനെ എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതാം. എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതാം നോക്കാം. എക്സ് എങ്ങനെയെന്നാൽ സച്ച് ദാറ്റ് ആണ്. എങ്ങനെയെന്നാൽ തന്നെയാണ് പറയാം. സച്ച് ദാറ്റ് എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് 24. 24-ൻ്റെ ഫാക്ടേഴ്സ്. എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് 24. അപ്പോൾ എന്താ? 24-ൻ്റെ ഫാക്ടേഴ്സ്. 24-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. 24-നെ എന്തുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം? ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു ഹോൾ നമ്പർ ആവണം, അല്ലെങ്കിൽ ഇൻറ്റിജർ ആവണം. അതാണ് ഫാക്ടർ ഓഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 24-ൻ്റെ ഫാക്ടേഴ്സ് എത്തിക്കുക. 1 ഒരു ഫാക്ടറാണ്. പിന്നെയോ 2 ഒരു ഫാക്ടറാണ്. കാരണം 24-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24-നെ കിട്ടാം. 2 ഒരു ഫാക്ടറാണ്. 24-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 കിട്ടും. പിന്നെ 3 ഫാക്ടറാണ്. കാരണം 3 ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 4 ഫാക്ടറാണ്. 4 ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. 5 ഫാക്ടറല്ല, കാരണം 24/5 ഫ്രാക്ഷനാണ്. പിന്നെ 6 ഫാക്ടറാണ് അല്ലേ? 6 ആകുമ്പോൾ 4 കിട്ടില്ലേ? 6 ഫാക്ടറാണ്. 7 ഫാക്ടറല്ല, കാരണം 24/7 ഫ്രാക്ഷനാണ്. പിന്നെ 8 ഫാക്ടറാണ്. എന്താ 8 ഫാക്ടറാകും? കാരണം 24/8 എന്താ? 3 ആണ്. 9 ഫാക്ടറല്ല, 10 ഫാക്ടറല്ല, 11 ഫാക്ടറല്ല, 12 ഫാക്ടറാണ് അല്ലേ? 24/12 2ആണ്. 12 ഫാക്ടറാണ്. 13 ഫാക്ടറല്ല, 14 ഫാക്ടറല്ല, പിന്നെ 1 ഫാക്ടറല്ല, 15 1 ഫാക്ടറല്ല. അപ്പോൾ അതോടെ കഴിഞ്ഞു. ദിസ് ഇസ് ആൻസർ. വി ഹാവ് റെപ്രസെൻറ്റഡ് പ്രോപ്പർട്ടി നമ്പർ 4 ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം, അല്ല റോസ്റ്റർ ഫോം. അപ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ പഠിച്ചത്. എന്തൊക്കെയാണ്? എന്താണ് സെറ്റ്? സെറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. അതിൽ 2 വേർഡ്സ് ഉണ്ട്, വെൽ ഡിഫൈൻഡ്, ഡിസ്റ്റിങ്ക്റ്റ്. ഈ വെൽ ഡിഫൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചോദിക്കുക എങ്ങനെയാ വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ ഗുഡ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, സെറ്റ് ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഇതൊന്നും സെറ്റല്ല. കാരണം എന്താ? ആ ഗുഡ് ഡിഫൈൻഡ് അല്ല, ബ്യൂട്ടിഫുൾ എന്നത് ഡിഫൈൻഡ് അല്ല. നമ്മളുടെ ഗുഡ് ആയിരിക്കില്ലല്ലോ മറ്റേ ആളുടെ ഗുഡ്. അതുകൊണ്ട് ആ ഏതൊക്കെ സെറ്റാണ്, ഏതൊക്കെ കളക്ഷനാണ് സെറ്റ് അല്ലാത്തത് ചോദിച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം എന്താ സെറ്റിൻ്റെ ഡെഫിനിഷൻ? കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. എന്തുകൊണ്ടാണ് ഡിസ്റ്റിങ്ക്റ്റ് പറയുന്നത്? റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഡിസ്റ്റിങ്ക്റ്റ്. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഇങ്ങനെ 1 1 1. ഇതിൽ എത്ര എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒറ്റ സെറ്റേ ഉള്ളൂ. ഒറ്റ സെറ്റായിട്ടാണ് നമ്മൾ റിഗാർഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ആ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള വേർഡ്. അപ്പോൾ 2 കീ വേർഡ്സ് ഉണ്ട്, ഒന്ന് വെൽ ഡിഫൈൻഡ്, ഒന്ന് ഡിസ്റ്റിങ്ക്റ്റ്. പിന്നെ എങ്ങനെയാണ് സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക? 2 തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് റോസ്റ്റർ ഫോമിലും ഒന്ന് സെറ്റ് ബിൽഡർ ഫോമിൽ. അതൊക്കെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് റോസ്റ്റർ ഫോം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സെറ്റ് ബിൽഡർ. എക്സ് എങ്ങനെയെന്നാൽ ആ കണ്ടീഷൻ വെച്ച് പറയുന്നതിനാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ പറയാം. എല്ലാ റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോം ഉണ്ട്, എല്ലാ സെറ്റ് ബിൽഡർ ഫോമിലും റോസ്റ്റർ ഫോം ഉണ്ട്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കും, ചില സെറ്റ് ബിൽഡർ ഫോമിന് റോസ്റ്റർ ഫോം ഇല്ല. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഗിവൺ എ സെറ്റ് ഇൻ ദ റോസ്റ്റർ ഫോം യു വിൽ മിക്കവാറും സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റും. സെറ്റ് ബിൽഡർ ഫോമിലുള്ള സെറ്റിന് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പഠിക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ സം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റ്സ്.
സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റ്സ് കുറേ സെറ്റുകളുണ്ട്, പക്ഷേ ഈ 4 നിങ്ങൾ കാണാൻ പാഠം പഠിക്കണം. നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, ക്യാപിറ്റൽ N, പിന്നെ ഇൻഡിജേഴ്സ്. എന്തൊക്കെയാണ് ഇൻഡിജേഴ്സ്? 1, 2, 3, 0 ആവാം, -1, -2, -1, അതൊരു ഇൻഡിജേഴ്സാണ്. ഇൻഡിജേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ Z ആണ് അല്ലേ? Z ആണ്. പിന്നെന്താ പഠിച്ചത്? റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഓഫ് ദ ഫോം P/Q, P and Q ആർ ഇൻഡിജേഴ്സ്, Q നോട്ട് ഈക്വൽ ടു 0. പിന്നെ ഇറാഷണൽ നമ്പേഴ്സ്, പിന്നെ റിയൽ നമ്പേഴ്സ്. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2-3 നൊട്ടേഷൻ. ഈസ് എൻ എലമെൻറ്റ് ഓഫ്, ഇങ്ങനെ പറയുന്നവരാണ് എലമെൻറ്റ് ഓഫ്. ഇങ്ങനെ പറഞ്ഞാൽ നോട്ട് എൻ എലമെൻറ്റ് ഓഫ്. പിന്നെ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ ലെസ് ദാൻ പറയുമ്പം ഇങ്ങനെ ഈ ഇടത്ത് ഭാഗത്തെ സെറ്റാണ്. ഇപ്പം 2 ലെസ് ദാൻ 4 ഇങ്ങനെയാണ് എഴുതുക. ഇങ്ങനെയാകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അങ്ങോട്ടേക്കാണ് എങ്കിൽ ഗ്രേറ്റർ ദാൻ. ഓക്കെ. പിന്നെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ. പിന്നെ നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ളൂ. ഒരു സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്ന സെറ്റിനെ എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക, സെറ്റ് ബിൽഡർ ഫോമിൽ തന്ന സെറ്റിന് എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ. വീൽ ഡു സം ക്വസ്റ്റ്യൻ ഓൾസോ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടി നന്നായിട്ട് വായിച്ചു നോക്കുക. പിന്നെ അതിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. നമ്മൾ ഇതിൽ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ, ഏതൊക്കെ സെറ്റുകളാണ്, ഏതൊക്കെ കുറേ സാധനങ്ങൾ തരും, ഇത് സെറ്റാണോ സെറ്റല്ലേ, വെൽ ഡിഫൈൻഡ് ആണോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആണോ നോക്കിയാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പഠിക്കുക. റോസ്റ്റർ ഫോമിൽ തന്ന സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പഠിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്കിന്ന് കുറച്ചും കൂടി ഹോംവർക്ക് തരാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അത് ചെയ്തിട്ട് വരാം. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വേഗം ടേക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഹോംവർക്ക് തരാം. ഇത് ആദ്യത്തെ ചോദ്യമാണേ. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് സെറ്റ്സ്. നമ്മൾ സെറ്റ് അല്ലാത്തതാണ് ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടത്. എന്താ സെറ്റിൻ്റെ ഡെഫിനിഷൻ? കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ യങ് മെൻ ഇൻ സർട്ടൻ ലൊക്കാലിറ്റി. ഇത് എന്തുകൊണ്ടാണെന്നും കൂടി പറയണം. എന്തുകൊണ്ടാണ് സെറ്റ് ആവുന്നത്, എന്തുകൊണ്ടാണ് സെറ്റ് ആവാത്തതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ സെറ്റുകളാണ്, കുറച്ചൊക്കെ സെറ്റുകളല്ല. അതൊന്നും നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ.